പട്ടേൽ നഗറിൽ ആം ആദ്മി പാർട്ടിയുടെ സീറ്റിൽ ബി.ജെ.പി ലീഡ് ചെയ്യുന്നു. സുൽത്താൻപൂർ മാജ്രയിൽ ആം ആദ്മി പാർട്ടിയുടെ സീറ്റിൽ ബി.ജെ.പി ലീഡ് ചെയ്യുന്നു. വസീർപൂറിൽ ആം ആദ്മി പാർട്ടിയുടെ സീറ്റിൽ അവർ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. കൽക്കാജിയിൽ ബി.ജെ.പിയുടെ സിറ്റിംഗ് സീറ്റിൽ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റ് അവിടെ കൽക്കാജിയിൽ അതീഷി പിന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ബാബർപൂർ മണ്ഡലം ആം ആദ്മി പാർട്ടിയുടെ ഗോപാൽ റായ് പ്രധാനപ്പെട്ട നേതാവാണ്, മന്ത്രിയാണ്. അദ്ദേഹം ലീഡ് ചെയ്യുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം മുൻനിര നേതാക്കളൊക്കെ തന്നെ പിന്നിൽ പോകുമ്പോൾ നിലവിലെ മന്ത്രിയായ ഗോപാൽ റായ് ലീഡ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ന്യൂഡൽഹിയിൽ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണെന്ന് തന്നെയാണ്. കാരണം പർവേഷ് വർമ്മ ലീഡ് ചെയ്യുന്നു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിൽ. അതേസമയം ആം ആദ്മി പാർട്ടിയുടെ 3 VVIP മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടി പിന്നിലാണ്. സിസോദിയയും കേജ്രിവാളും അതീഷിയും ഇപ്പോഴും പിന്നിലാണ്. 32, 21, 1 എന്നുള്ളതാണ്. ആകെ ഇപ്പോൾ 54 സീറ്റുകളിലെ ലീഡ് നിലയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നാണ് കോൺഗ്രസിന് 1 സീറ്റിൽ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസിന് ബോണസ് ആണ്. കഴിഞ്ഞ തവണ 1 സീറ്റിൽ പോലും കോൺഗ്രസിന് 2015-ലും 2020-ലും കോൺഗ്രസിന് 1 സീറ്റ് പോലും കിട്ടിയിരുന്നില്ല. അവിടെ നിന്നാണ് കോൺഗ്രസിന് 1 സീറ്റിൽ ഡൽഹി PCC അധ്യക്ഷൻ ലീഡ് ചെയ്യുന്നത്. ഇപ്പോൾ 32, 21, 1 എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോഴും ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. ഭരണവിരുദ്ധ വികാരത്തിലേക്ക് ഡൽഹി പോവുകയും 12 വർഷത്തിന് ശേഷം ഒരു ഭരണമാറ്റം ഉണ്ടാകാൻ പോവുകയും ചെയ്യുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന വരികയാണ്. അങ്ങനെ ഫ്രീബീസ് സൗജന്യ സേവനങ്ങൾ നൽകിക്കൊണ്ടിരുന്ന അരവിന്ദ് കെജ്രിവാൾ സർക്കാരിന്, ആം ആദ്മി സർക്കാരിന് തിരിച്ചടി നേരിടുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ബി.ജെ.പിയുടെ തന്ത്രപരമായ സമീപനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ തന്ത്രങ്ങൾ, ഇലക്ഷൻ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ വിജയത്തിലേക്ക് നികുതി ഇളവ് പോലും ഗുണം ചെയ്തിട്ടുണ്ടാകാം എന്ന് തന്നെയാണ് ഈ സൂചനകൾ ഇപ്പോൾ നൽകുന്നത്. ഒരു സംശയമില്ല, അവസാന ഘട്ടത്തിൽ കേന്ദ്ര ബജറ്റിൽ വന്ന ആദായ നികുതി ഇളവുകൾ അത് ബി.ജെ.പിയെ തുണച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിലേക്ക് കൂടി കാര്യങ്ങൾ വരികയാണ്. ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കുകളിലേക്ക് കടന്നു വരുവാനായിട്ട് ബി.ജെ.പി കഴിഞ്ഞിട്ടുണ്ട്. ബി.ജെ.പി ഡൽഹിയിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു പാർട്ടി തന്നെയാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കുന്നതുമാണ്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ ജനങ്ങൾ നെഞ്ചിലേറ്റിയിരുന്നു. അതാണിപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും 32, 21, 1 എന്നുള്ളതാണ്. അതിൽ 24 സീറ്റുകളും ബി.ജെ.പി ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിലാണ്. ഇപ്പോഴും അങ്ങനെയാണ്. 24 സിറ്റിംഗ് സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിൽ ബി.ജെ.പി ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടി 22 ആയിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ അവിടെ ബി.ജെ.പി ലീഡായിരുന്നു. പക്ഷേ ഇപ്പോൾ സോംനാഥ് ഭാരതി മുൻ മന്ത്രിയാണ് അദ്ദേഹം ഇപ്പോൾ ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. പക്ഷേ പട്പട്ഗഞ്ച് മനീഷ് സിസോദിയ മുൻപ് പ്രതികരിച്ചിരുന്ന മണ്ഡലം അവിടെ ബി.ജെ.പി ലീഡ് ചെയ്യുന്നു. മനീഷ് സിസോദിക്കെതിരായ ഒരു വികാരം അവിടെ ഏതായാലും സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിഫലിക്കുന്നുണ്ട് എന്ന് വേണം സൂചനയായി കാണാം. അതായത് ഈ മദ്യനയമൊക്കെ പ്രതിഫലിക്കുന്നുണ്ടാവാം. അതാണല്ലോ ഈ ഭരണവിരുദ്ധ വികാരമായിട്ട് വരുന്നതും. മനീഷ് സിസോദിയെ പോലെയുള്ള ആളുകൾ, ഇപ്പോൾ മനീഷ് സിസോദിയ ജയിച്ചിരുന്ന മണ്ഡലത്തിൽ പോലും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി പിന്നിൽ പോകുന്നു. അത് മാത്രമല്ല, മണ്ഡലം മാറി മത്സരിച്ചിട്ടും മനീഷ് സിസോദിയ പിന്നിൽ നിൽക്കുകയാണ്. അങ്ങനെയാണ് ജംഗ്പുരയുടെ സൂചന കാണുന്നത്. അവിടെ ഇപ്പോൾ മനീഷ് സിസോദിയ ഇപ്പോഴും പിന്നിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ്. തർവീന്ദർ സിംഗ് മർവാഹ് മുന്നിട്ട് നിൽക്കുകയാണ്. ബി.ജെ.പിയാണ് അവിടെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഡൽഹിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേജ്രിവാളും സിസോദിയയും അതീഷിയും പിന്നിട്ട് നിൽക്കുന്നത്. അത് അങ്ങനെ തന്നെ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഈ ലീഡ് നിലയിൽ ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ടതില്ല. 32 സീറ്റുകളിൽ ബി.ജെ.പിയുടെ ലീഡ്. ഇനി അറിയുവാനുള്ളത് 15 സീറ്റുകളിലെ ലീഡ് നില മാത്രമാണ്. അതുകൂടി വന്നു കഴിഞ്ഞാൽ ഒരു 40-ന് മുകളിലേക്ക് ബി.ജെ.പി പോകുമോ എന്നുള്ളതാണ് ഇനി അറിയുവാനുള്ളത്. അല്ലേ രാകേഷ്? അതെ, കാരണം നിലവിലെ സൂചന അനുസരിച്ച് 40-ന് മുകളിൽ 45-ന് മുകളിൽ ബി.ജെ.പി പോകാൻ തന്നെയാണ് സാധ്യത. കാരണം ഇനി 15 സീറ്റുകളിലെ ലീഡ് നില വരാനുണ്ട്. നിലവിലുള്ളത് ഒരു ബി.ജെ.പിക്ക് അനുകൂലമായ ട്രെൻഡായി തന്നെ നമുക്കെടുക്കാം. കാരണം സമയം ഇപ്പോൾ 9 മണിയാവാൻ 5 മിനിറ്റ്. പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് 22 സീറ്റുകൾ മാത്രമാണ് ലീഡുള്ളത്. 10 സീറ്റുകളുടെ വ്യത്യാസം ബി.ജെ.പിക്കുണ്ട്. ആം ആദ്മി പാർട്ടി 22, ബി.ജെ.പി 32, കോൺഗ്രസ് 1. അപ്പോൾ ഈ 15 സീറ്റുകളിൽ ഒരു 8 സീറ്റുകളിലെങ്കിലും ലീഡ് നേടാൻ ബി.ജെ.പിക്ക് നിലവിൽ സാധിച്ചാൽ അവർ 40-നും 45-നും ഇടയിൽ സീറ്റുകൾ നേടും. ആം ആദ്മി പാർട്ടി നിലവിലെ പ്രകടനം അനുസരിച്ച് 30 സീറ്റുകളിൽ പരമാവധി 30 സീറ്റിൽ ഒതുങ്ങാൻ തന്നെയാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഇതേ നില തുടർന്ന് പോവുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഭരണത്തിന്, ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിന് ഡൽഹിയിൽ തൽക്കാലം തിരശ്ശീല വീഴാൻ പോവുകയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ബി.ജെ.പി 27 വർഷത്തിന് ശേഷം അവിടെ അധികാരത്തിലേക്ക് വരാനും പോകുന്നു. പക്ഷേ ഇതൊരു ട്രെൻഡായി തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ ദ്വാരക മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ മണ്ഡലമാണല്ലോ അത്. അവിടെ ബി.ജെ.പിയാണ് ലീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗോണ്ട മണ്ഡലം അത് ബി.ജെ.പിയുടേതാണ്, സിറ്റിംഗ് സീറ്റാണ്. അവിടെ ബി.ജെ.പി ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ പൂർവാഞ്ചൽ മേഖല അല്ലെ, അതായത് ഈ പൂർവാഞ്ചൽ ഇൻഫ്ലുവൻസ്ഡ് മേഖല എന്ന് പറയുന്നുണ്ടല്ലോ, അതൊരു 20 സീറ്റുകളോളം വരും അല്ലേ? അതെ, വലിയൊരു ബെൽറ്റാണ്. കിഴക്കൻ UP, ബീഹാർ തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്ന മേഖല. അപ്പോൾ ആ മേഖലയിലും ഏതായാലും
നിലവിൽ BJP-ക്ക് തന്നെയാണ് ആധിപത്യം. അതെ അതെ, BJP തന്നെയാണ് ആധിപത്യം. അവിടെ BJP ചില സ്ട്രാറ്റജികൾ പയറ്റിയിരുന്നു അല്ലെ, പൂർവാഞ്ചൽ മേഖലയിൽ അവിടെ സ്വാധീനമുള്ള നേതാക്കളെ ഇറക്കിക്കൊണ്ട് തന്നെയായിരുന്നു പ്രചാരണം. അത് വിജയം കണ്ടിരിക്കുകയാണ്. ദ്വാരകയിൽ BJP ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. അതുപോലെ പൂർവാഞ്ചൽ ഇൻഫ്ലുവൻസ്ഡ് മേഖല എന്ന് പറയുന്നത് 25 സീറ്റുകളെ അങ്ങനെ കണക്കാക്കാം. അവിടെ 10 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുകയാണ്. അതായത് ഒരു +6-ന്റെ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുകയാണ് BJP-ക്ക്. അതായത് ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെയും പൂർവാഞ്ചൽ ഇൻഫ്ലുവൻസ്ഡ് മേഖല എന്ന് പറയുന്ന സ്വാധീനമുള്ള ആ മേഖലയും അവിടെയും BJP എത്തിയിരിക്കുകയാണ്. മാത്രമല്ല ഈ ചേരി പ്രദേശങ്ങളുള്ള മേഖലകളിൽ പോലും BJP-ക്ക് ആധിപത്യമുണ്ട് എന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. കാരണം അത് പരമ്പരാഗതമായി കേജ്രിവാളിന്റെ ഒരു സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് ഈ ചേരികൾ ഉൾപ്പെടുന്ന പ്രദേശമാണ്. അവിടെ പോലും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത്തവണ BJP അങ്ങനെയാണെങ്കിൽ ഈ സൗജന്യ വാഗ്ദാനങ്ങൾ അത് BJP-യും നൽകുമെന്നുള്ള ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നുവല്ലോ. എത്ര കേജ്രിവാൾ നൽകുമോ അതിനടുത്ത് തന്നെ ഞങ്ങളും തരുമെന്ന് പറയുന്നു. അത് അങ്ങനെ അത് വിശ്വാസത്തിലെടുത്തിട്ടുണ്ട് എന്ന് വേണം കണക്കാക്കാൻ, ഇല്ലേ? അതെ അതെ. മാത്രമല്ല ന്യൂനപക്ഷ സ്വാധീന മണ്ഡലങ്ങളിൽ പോലും അവിടെ ആം ആദ്മി പാർട്ടിക്ക് 3 സീറ്റിൽ കുറവാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പെ അപേക്ഷിച്ച് 10 സീറ്റിൽ 10 ജയിച്ചത് ആം ആദ്മി പാർട്ടിയാണെങ്കിൽ ഇത്തവണ അത് 7 സീറ്റിൽ മാത്രമാണ്. അത് വളരെ പ്രധാനമാണ്. അവിടെ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ എത്രയെന്ന് അളക്കേണ്ടിയിരിക്കുന്നു. MIM മത്സരിക്കുന്നുണ്ട് 2 സീറ്റുകളിൽ. അവർ ഏതെങ്കിലും തരത്തിൽ വോട്ട് കട്ടർ ആയിട്ടുണ്ടോ എന്നതുകൂടി നിർണായകമാണ്. കൽക്കാജിയിൽ ഇപ്പോഴും BJP-യുടെ ലീഡാണ്. അതായത് അതീഷ് ഇപ്പോഴും പിന്നിലാണ്. RK പുരം അവിടെയും BJP-യുടെ ലീഡാണ്. അത് ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റാണ്. അതായത് നോക്കുകയാണെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ 24 സിറ്റിംഗ് സീറ്റുകളിലാണ് ഇപ്പോൾ BJP ലീഡ് ചെയ്യുന്നത്. അതുകൂടി കൂട്ടിയാണ് 32 സീറ്റുകൾ. ഇപ്പോഴും അതീഷ് പിന്നിൽ, രമേഷ് ബിദൂരി മുന്നിൽ. BJP-യാണ് ലീഡ്. വിവാദ പ്രസ്താവനകളിലൂടെ വന്നിട്ടുള്ള ആളാണ് രമേഷ് ബിദൂരി, അല്ലെ? അതെ അതെ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും വലിയ വിവാദങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി. പ്രിയങ്ക ഗാന്ധിയുമായുള്ള താരതമ്യമൊക്കെ തന്നെ വലിയ വിവാദമായി. പക്ഷെ അതൊന്നും വോട്ടിങ്ങിനെ ബാധിച്ചിട്ടില്ല. ബിദൂരി ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. BJP-ക്ക് ആ മണ്ഡലം ഈ നിലവിലെ സാഹചര്യത്തിൽ അനുകൂലമാകുന്നു. മുഖ്യമന്ത്രി തന്നെ അവിടെ പുറകിലേക്ക് 33 BJP-യുടെ ലീഡ്. ഒരു സീറ്റിൽ കൂടി BJP ലീഡ് ചെയ്യുന്നു. 33 BJP, 22 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി. പ്രകടനം എന്ന് പറയുന്നത് 2013 തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് 32 സീറ്റാണ്. അതിനെ മറികടന്നുകൊണ്ട് ഇപ്പോൾ BJP പോകുന്ന അന്ന് ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. ഇപ്പോഴേതായാലും 56 സീറ്റിലെ പല സൂചനകൾ വരുമ്പോൾ 33 സീറ്റുകളിൽ BJP-ക്ക് ലീഡുണ്ട്, ആധിപത്യമുണ്ട്. ആം ആദ്മി പാർട്ടി 22 സീറ്റുകളിലാണ് നിലവിൽ ലീഡുള്ളത്. കോൺഗ്രസ് അവർ ആദ്യം മുതൽ PCC അധ്യക്ഷൻ ലീഡ് ചെയ്യുന്നുണ്ട്. ആ ലീഡ് നിലനിർത്താൻ ഇപ്പോഴും കോൺഗ്രസിന് സാധിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു BJP 33 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൽ 25 സീറ്റുകളും ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റുകളായിരിക്കണം. അതെ അതെ, ഇല്ലേ? 2015-ലും 20-ലും രണ്ടും കൂടി കൂട്ടിയാൽ പോലും BJP-ക്ക് ആകെ കിട്ടിയത് 11 സീറ്റുകളാണ്. 2015-ൽ കിട്ടിയത് 3 സീറ്റുകൾ, 2020-ൽ കിട്ടിയത് കഴിഞ്ഞ തവണ BJP വിജയിച്ച് രോഹിണി, ബാദർപൂർ, ഒപ്പം ലക്ഷ്മി നഗർ, വിശ്വാസ് നഗർ, ഗാന്ധിനഗർ, റോത്തസ് നഗർ, ഗോണ്ട, കാരാവൽ നഗർ. ഇതിൽ ലക്ഷ്മി നഗറിൽ മാത്രമാണ് അവർ പിന്നിലുള്ളത്. ബാക്കി പറയുന്ന രോഹിണിയിൽ ലീഡുണ്ട്, ബദർപൂരിൽ ലീഡുണ്ട്, വിശ്വാസ് നഗറിൽ ലീഡുണ്ട്, ഗാന്ധിനഗറിൽ അരവിന്ദ് സിംഗ് ലൗലി ലീഡ് ചെയ്യുന്നു, കാരാവൽ നഗറിൽ കപിൽ മിശ്ര ലീഡ് ചെയ്യുന്നു, ഗോണ്ടയിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു, റോത്തസ് നഗർ ലീഡ് ചെയ്യുന്നു. അപ്പോൾ ഈ മേഖലകളിലൊക്കെ തന്നെ സിറ്റിംഗ് സീറ്റുകൾ അവർക്ക് നിലനിർത്താൻ സാധിച്ചു. ഒപ്പം ആം ആദ്മി പാർട്ടി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ജയിച്ചു വരുന്ന മറ്റു മേഖലകളിലേക്ക് കൂടി ഇപ്പോൾ ഏതായാലും BJP-യുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയാണ്. അതായത് ഒരു ഭരണവിരുദ്ധ വികാരമാണ്. ആം ആദ്മി പാർട്ടി 24 ആയിട്ട് കൂടിയിട്ടുണ്ട്. അതായത് ഒരു സീറ്റ് കുറഞ്ഞു, 32, 20